തെന്നൽ മെല്ലെ തൊട്ടുരുമ്മിപ്പോകെ പൊട്ടണിഞ്ഞു നിൽക്കും മൊട്ടുലഞ്ഞു പോയോ സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ. ഹലോ എവരിവൺ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ നല്ലോണം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒന്നാമത് പുതിയ ഐപാഡ് കിട്ടിയൊരു പൊലിവുണ്ട്, അതിൻ്റെ കൂടെ ഇപ്പം എനിക്കൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ തലേ ദിവസം തന്നെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എനിക്ക് മെയിനായിട്ട് തീർക്കാനുള്ളത് ഈ വീക്കെൻഡിൽ എന്നുള്ളത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ ഞാൻ എണീറ്റപ്പോൾ തന്നെ ഞാൻ സൗബുവിൻ്റെ കൂടെ അവളുടെ അമ്മേനെ പിക്ക് ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായി. ഇത് ഞങ്ങളൊരു 8 മണി 8:30 ആയപ്പോഴത്തേനും എണീറ്റിട്ട് പോയിട്ടുണ്ടായി. അപ്പം ഇതെൻ്റെ പ്ലാനിലില്ലാത്തൊരു സംഭവമായിരുന്നു, പുതിയത് ആഡ് ചെയ്യാനുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്കൂട്ടറിൽ പോയിട്ട് അവരെ ഊബറിൽ കയറ്റി വിട്ടിട്ട് തിരിച്ചിങ്ങോട്ട് വരാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. രാവിലെ 9 മണി ആ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഓഫീസിലും ക്ലാസ്സിലൊക്കെ പോകുന്ന ടൈമാണ്ട് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോക്കെ ആക്കി കൊടുത്ത് ഓരോ റൂമിലൊക്കെ ആക്കിയിട്ടാണ് പിന്നെ തിരിച്ച് ഞാൻ PGക്ക് എത്തിയത്. അങ്ങനെ PGക്ക് എത്തിയപ്പം അപ്പം എനിക്ക് മനസ്സിലായി ഇന്നത്തെ ഈ പ്ലാൻ എനിക്ക് കറക്റ്റ് പോകില്ല. കാരണം അപ്പം തന്നെ കുറച്ച് ടൈം കഴിഞ്ഞു. പിന്നെ എൻ്റെ പ്ലാനിൽ ഞാൻ തന്നെ വരുത്തിയ കുറേ മാറ്റങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തെന്നിട്ടും ആ ഒരു ദിവസം എനിക്ക് മെയിനായിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോസ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ എനിക്ക് മെയിനായിട്ട് കുറച്ച് പ്രൊമോഷൻ്റെയും അതേപോലെ തന്നെ കോണ്ടൻറ്റേയും ഷൂട്ട് ചെയ്യാണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം. വീഡിയോസ് എഡിറ്റ് ചെയ്യാനും നമ്മൾ തന്നെ കുറേ പണിയെടുത്ത് ചെയ്യാനുള്ള കുറേ എഫേർട്ട് ഇട്ട് ചെയ്യാനുള്ള വീഡിയോസ് ഉണ്ടാവും. അത് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. എൻ്റെ അമ്മ അതിങ്ങനെ ഞാൻ ഡിലേ ആക്കുകയും ചെയ്യും, അതിനനുസരിച്ച് എനിക്ക് സ്ട്രെസ്സ് കൂടുകയും ചെയ്യും. അങ്ങനെ ഫസ്റ്റ് തന്നെ അതിലൊരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഷൂട്ട് ചെയ്യാണ്ടായിരുന്നു. ഞാൻ നേരെ പോയിട്ട് അത് ഷൂട്ട് ചെയ്ത് അപ്പത്തിന് പിന്നെ ഫോണിൽ കളിക്കാണ്ട് അപ്പം തന്നെ നൈക്കിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കൂടി ഞാൻ എടുത്തു. അത് രണ്ടും കൂടെ ഒരൊറ്റ സ്ട്രെച്ച് തീർന്നു. വീഡിയോ ഫസ്റ്റ് ഒരൊറ്റ ഇതിലൊരു വീഡിയോ ഞാൻ എടുത്തു പോയാൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ ഞാൻ ഫ്രീ ആയിട്ടിരിക്കും, എനിക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് വരും. പക്ഷേ ഈ ഒരുങ്ങി കിട്ടി വീഡിയോ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ഒരു ഇടങ്ങേറന്നെ അത്. അങ്ങനെ ഇതിൻ്റെ ഒരു സംഭവം ഞാൻ തീർത്ത് അങ്ങനെ പിന്നെ ഞാൻ അതും കൂടെ ടിക്കിട്ട് വെച്ചു. ഈ ചെയ്ത കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് ടിക്കിടുമ്പോൾ നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനുണ്ട്, അടിപൊളിയാണത്. അങ്ങനെ ഞാൻ എന്താക്കിയെന്നറിയോ, പിന്നെ പെട്ടെന്നൊരു പ്ലാനാക്കി മൂവിക്ക് പോകാമെന്നല്ല. പെട്ടെന്നല്ല, ഞാൻ കുറച്ച് ദിവസം വിചാരിക്കേണ്ടായിരുന്നു, പക്ഷേ ഈ പ്ലാനിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ പെട്ടെന്ന് ഇനിയിപ്പോൾ എന്തായാലും മൂവിക്ക് പോകാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൂവിക്ക് പോകാമെന്നുള്ളതും കൂടെ എഴുതി വെച്ച് ഉച്ചയ്ക്ക് 2 മണി 3 മണിയുടെ ഷോ ആയിരുന്നു കേട്ടോ, ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് എൻ്റെ ബോക്സിൻ്റെ. പക്ഷേ ഞാൻ വീട്ടിൽ നിന്നിട്ട് അൺപാക്ക് ചെയ്തിട്ടില്ല. എനിക്ക് പിന്നെ എന്തെങ്കിലും പണിയെടുത്താൽ അപ്പോൾ വിശക്കും, അല്ലെങ്കിൽ എനിക്ക് വിശപ്പില്ലേ. മേലെ എനിക്ക് എന്തെങ്കിലും പണിയെടുത്താൽ പിന്നെ എനിക്ക് വിശപ്പാണ്. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വല്ലാണ്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ലഞ്ച് എടുക്കാൻ പോയി. ഈ റൈസും പിന്നെ ഈ ഒരു കറിയും പിന്നെ എന്താണെന്നറിയോ, പിന്നെ ലഞ്ചിനുണ്ടായിരുന്നത് ഈ ഒരു ഉരുളൻകിഴങ്ങ് സ്മാഷഡ് പൊട്ടാറ്റോ എന്നൊക്കെ പറയും. പക്ഷെ ഇതെന്തിനാണ് ഇവർ ലഞ്ചിൻ്റെ കൂടെ തന്നതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം വെക്കും കേട്ടോ, പക്ഷെ എനിക്കിത് കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ചോറിൻ്റെ കൂടെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ശരിക്കും നമ്മൾ പാനിപ്പൂരിൻ്റെ അകത്ത് ഫില്ലിംഗ് ആക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ കേട് ഞാൻ ഇവിടെ 10 രൂപേൻ്റെ കുഞ്ഞിക്കേട് കിട്ടാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ റെഡി ആയിട്ട് മൂവിക്ക് പോകാൻ നിന്ന്. ഭാരതീയ മോളിലാണ് 2:45 ഷോക്കാണ് ഞാൻ പോണത്. പോകുമ്പോൾ കൂടെ ആരുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്താണെന്ന് വെച്ചാൽ മൂവിയല്ല, ആനിമേഷനാണ്. ദ വൈൽഡ് റോബോട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനിമേഷൻ, കാർട്ടൂൺസ് അങ്ങനത്തെ സംഭവങ്ങൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഫീൽ ഗുഡും കൂടെ ആണെങ്കിൽ ഓ മൈ ഗോഡ്, മൈ ഫേവറേറ്റ്. ഞാൻ എത്ര തിരക്കാണെങ്കിലും അത് കാണും. അങ്ങനെ ഞാൻ പോയി. അങ്ങനെ 2:45 ഷോ തുടങ്ങിയപ്പം 3:10 ആയിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ എന്നെയും കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ 6 പേരുന്നു. അത്രയേ ഉള്ളൂ. എല്ലാ സീറ്റ്സും ഒഴിവ്. 4DX ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സീറ്റും ഒഴിവ്. പിന്നെ എനിക്കാണെങ്കിൽ ഓൾറെഡി ഒരു സ്പെക്സ് ഉണ്ട്, അതിൻ്റെ മേലെ സ്പെക്സ് വെച്ചപ്പം മറ്റേ സയൻറ്റിസ്റ്റിനെ പോലെ ഉണ്ടായിരുന്നു എൻ്റെ കാണാൻ. അപ്പം ഇതായിരുന്നു മൂവി ദ വൈൽഡ് റോബോട്ട്. ഇങ്ങൾക്കും ഇതേപോലെ ആനിമേഷൻസും ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു മൂവി, നമ്മൾ എന്താ പറയുക, ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിനൊരു ഫീൽ ഗുഡ് ആയിട്ട് സന്തോഷം തരുന്ന മൂവി നോക്കി നടക്കുകയാണെങ്കിൽ ഐ തിങ്ക് യു ഗൈസ് ഷുഡ് വാച്ച് ദിസ്. എനിക്ക് നല്ല ഇഷ്ടം. എനിക്ക് പൊതുവേ ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇത് നല്ല ഇഷ്ടമായി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പോവുകയാണ്. തിരിച്ച് പോയപ്പോൾ 2:45 ഇപ്പോൾ 4 മണി 5:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. ഞാൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് PGയിൽ പോകുമ്പോൾ അങ്ങനെ പിന്നെ PGയിൽ പോയി കുറേ നേരം അട്ടത്തോട്ട് നോക്കിയിരുന്നു. രാത്രി കുറച്ച് 9:30-10 മണിയൊക്കെ ആവാൻ നേരത്താണ് പോയി ഫുഡ് കഴിക്കുന്നത്. ഫ്രൈഡ് റൈസും എഗ് മസാലയായിരുന്നു. ഇനി കാണിക്കാൻ പോകുന്നത് സാറ്റർഡേ. നേരത്തെ കാണിച്ചത് ഫ്രൈഡേ. വീക്കെൻഡ്സ് ആയാലും ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഒന്നുമില്ല, ഒക്കെ ഒരു ഒറ്റ ഡേ പോലെ എനിക്ക് ഫീൽ ചെയ്യുക.
തേഴ്സ്ഡേ ക്ലാസ് കഴിഞ്ഞ് വരുന്ന പിറ്റേന്ന് മൺഡേ ക്ലാസ് പോകുമ്പോഴാണ് നമുക്കൊരു അന്തം വെക്കും, 3 ഡേയ്സ് കഴിഞ്ഞെന്നുള്ള. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ടാബിൾ ക്ലീൻ ആക്കാൻ നിന്ന്. ആസ് യൂഷ്വൽ ഫസ്റ്റ് ഞാൻ എൻ്റെ സ്കിൻ കെയറിൻ്റെ സാധനമൊക്കെ ഒന്ന് കാലിയാക്കിയിട്ട് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴാണ് ഞാൻ മനസ്സിൽ കുറേ സ്കിൻ കെയർ പ്രോഡക്റ്റ് ഞാൻ വീട്ടിൽ വെച്ച് മറന്ന് എന്നുള്ളൊരു മൈൻഡിലാണ്. എൻ്റെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് വീട്ടിൽ വെച്ച് മറന്നല്ലോ, അയ്യോ ഇതിനകത്ത് പിന്നെ എന്താ ചെയ്യാന്നൊക്കെയുള്ളൊരു മൈൻഡിലായിരുന്നു. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ 2 ദിവസം ഞാൻ വീട്ടിൽ പോകും, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഒക്കെ കുത്തിക്കൊള്ളിച്ച് വെച്ച് അങ്ങനെയാണ് ഞാൻ എൻ്റെ ട്രോളിൽ നിന്ന് ഈ ഒരു പൗച്ച് കണ്ടെത്തിയത്. അപ്പം മെയിനായിട്ട് കുറേയൊക്കെ എൻ്റെ സൺസ്ക്രീനും അണ്ടർഐസറും ഒക്കെ ഈ ഒരു പൗച്ചിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓക്കെ മെയിനായിട്ടുള്ളതൊന്നും മറന്നിട്ടില്ല. എൻ്റെ വാസ്ലിൻ്റെ ലിപ് ബാമൊക്കെ ഞാൻ ശരിക്കും മറന്നെന്ന് വിചാരിച്ചു. എനിക്ക് സങ്കടമായിപ്പോയി, കാരണം ഞാൻ നൈറ്റ് ടൈമിലൊക്കെ വാസ്ലിൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്യൽ. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെയും മേക്കപ്പിൻ്റെയും ബോക്സ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എനിക്ക് ലിപ്സ്റ്റിക്ക് കുറേ മേളിൽ കൈയിട്ട് കളിക്കാനും ആ സൗണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ആക്കി കളിക്കാൻ നല്ല രസമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒതുക്കി വെച്ച് സോർട്ട് ചെയ്ത് വെച്ച്, അല്ലെങ്കിൽ ഒക്കെ ഞാൻ ലിപ്സ്റ്റിക്കിനായിട്ട് ഒരു സെക്ഷൻ ആക്കലാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യും നമ്മളിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ. അതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒതുക്കി വെച്ച്, വല്ലാണ്ട് ക്ലീനിങ് ഒന്നുമില്ല, പക്ഷെ അതൊക്കെ ഒതുക്കി വെച്ച്. പിന്നെ ആ ബോക്സിൻ്റെ അകത്ത് നിന്ന് എൻ്റെ കുറേ ഇയറിങ്സ് ഉണ്ടായിരുന്നു. കുറേ കളർ പോയത്, കുറേ അതിൻ്റെ പെയർ കാണാത്തത്, അങ്ങനെ ഓരോ സംഭവങ്ങൾ. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എല്ലാം പൊറുക്കിയെടുത്തിട്ട് അതിൽ കളർ പോവാത്തത് മാത്രം നുള്ളി പൊറുക്കിയെടുത്ത അവസാനം. എന്നിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ബോക്സിലേക്ക് ഇട്ട് ബാക്കിയൊക്കെ ഞാൻ കളഞ്ഞു. പക്ഷെ എനിക്കിത് കാണുമ്പോൾ പിന്നെ ഇങ്ങനത്തെ മാല, നെക്ക് ചെയിൻ, ഇയറിങ്സ് ഒക്കെ മേടിക്കാൻ ഭയങ്കര ത്വരയാണ്. പക്ഷെ ഞാൻ തന്നെ ഇന്നെ കൺട്രോൾ ചെയ്ത് വെച്ചിക്കാണ്, വേണ്ട അതെന്തിനാ അതെല്ലാം കൂടെ എന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എൻ്റെ പൈസ പോണ വഴി ഞാൻ അറിയില്ല. അങ്ങനെ ഞാനൊക്കെ ഒതുക്കി വെച്ച്. ഈ ഒരു സ്ഥലത്ത് ഞാൻ മീഷോന്ന് മേടിച്ച ഓർഗനൈസറാണ്. ഈ ഒരു സ്ഥലത്ത് ഞാൻ എൻ്റെ അത്യാവശ്യം നമുക്ക് എന്നും ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ആവശ്യമുള്ള മേക്കപ്പ്, സ്കിൻ കെയറിൻ്റെ പ്രോഡക്റ്റ്സും അങ്ങനെ വെച്ച് പെട്ടെന്ന് കയ്യിൽ നിന്ന് കിട്ടണം, മറ്റത് അതിനുള്ളിൽ കൈയിട്ട് ഓളാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. പിന്നെ ഇത് ഞാൻ നൈക്കിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ. നൈക്കിൽ നിന്ന് ലാസ്റ്റ് ഞാൻ നേരത്തെ ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ ചെയ്യാണ്ടെന്ന് പറയില്ല, അത് ഇതിൻ്റെ ആയിരുന്നു. ഇതും കൂടെ അതിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കാമെന്ന് വെച്ചിട്ട്. ഇതൊരു ലിപ്സ്റ്റിക്കാണ് മാഴ്സിൻ്റെ. ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ബോൾഡ് ഷെയ്ഡാണ്. പിന്നെ ഈ വിഷ് കെയറിൻ്റെ ലിപ് ബാം ഞാൻ കുറച്ച് കാലമായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ കുറേ ലിപ് ബാം ഉണ്ടല്ലോ, ഇനി എന്തിനാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം, കാരണം കുറേ റിവ്യൂസ് ഞാൻ കണ്ട്. സംഭവം എനിക്ക് നല്ല ഇഷ്ടമായി. SPF 50 വരുന്നുണ്ട് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 3 days ആയിട്ട് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചുണ്ട് കുറച്ച് പിങ്ക് ആയിട്ട് തോന്നും. നമ്മൾ രാത്രി ഇട്ടിട്ട് രാവിലെ നോക്കുമ്പം നമുക്ക് തന്നെ തോന്നും, വാവ് നല്ല പിങ്ക് ആയിട്ട് നിൽക്കുന്നതൊക്കെ. പിന്നെ ഈ 2 ലിപ് ബാമാണ്. രണ്ടിനും 69 രൂപ വെച്ചിട്ടായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ലൂസ് പൗഡർ ഞാൻ എപ്പോഴും നമ്മൾ നല്ല ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ സാധനം ഇല്ല, ഞാൻ ജസ്റ്റ് കോമ്പാക്ട് പൗഡർ തട്ടി കൊടുക്കുക ചെയ്യുക. അത് തട്ടുമ്പോൾ എനിക്കിങ്ങനെ തോന്നും ഓക്കെ ലൂസ് പൗഡർ ഒന്ന് ട്രൈ ചെയ്യാം, ഫിനിഷിംഗ് പൗഡർ ട്രൈ ചെയ്യാമെന്നുള്ളത്. ഞാൻ ഇതുവരെ ഈ സാധനം ട്രൈ ചെയ്തിട്ടില്ല. സോ അങ്ങനെ മേടിച്ചതാണ്. കുറേ ബ്രാൻഡിൻ്റെ പലതും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാനില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാക്മിൻ്റെ മേടിച്ച്. അത്ര റേറ്റൊന്നുമില്ല, അഫോർഡബിൾ റേറ്റിൽ തന്നെ ആയിരുന്നു. അങ്ങനെ എൻ്റെ മീഷോൻ്റെ ഓർഗനൈസർ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഈ സാധനം കൂടെ വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ ഭംഗി കിട്ടൽ നമുക്ക്. അങ്ങനെ പിന്നെ ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കുകയാണ്. അങ്ങനെ ഒതുക്കി വെക്കുമ്പം കുറേ പെൻസിലും സ്കെയിലും ഒക്കെ. ഇവിടെ കുറേ പെൻസിലും സ്കെയിലും ഉണ്ടാവും. എൻ്റെ ബാഗിൽ ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ ഒരൊറ്റ പെൻ ഉണ്ടാവില്ല. ആ ലാസ്റ്റ് അപ്പുറത്തൊരാളുടെ പെന്ന് മേടിച്ചിട്ട് എഴുതിലാണ് ഞാൻ. അത്രയും ദാരിദ്ര്യമാണ് ക്ലാസ്സിൽ പോയാൽ. ഇവിടെ നടക്കുന്നോടത്തും തുറന്നതൊക്കെ എൻ്റെ പെന്നും പെൻസിലും ആയിരിക്കും. അങ്ങനെ ജസ്റ്റ് പിന്നെ പൊടി ഉണ്ടായിരുന്നു ടാബിളിൽ, തുടച്ചപ്പോഴേ ഞാൻ മനസ്സിലല്ല ഇത്രയും നേരം ഞാൻ ടാബിൾ തുടക്കാണ്ടിരുന്നു, വലിയ ആളായി ക്ലീൻ ആക്കിക്കൊണ്ടിരുന്നതെന്ന്. അങ്ങനെ ഫൈനലായിട്ടുള്ള ഒതുക്കി വെക്കലേക്ക് എത്തി. നമ്മളെ ബുക്സും ഐപാഡും സംഭവങ്ങളൊക്കെ വെച്ചപ്പോഴാണ് ഓക്കെ ഫൈൻ ഡൺ. അപ്പോൾ അതിൽ മിറർ വെച്ചിട്ടില്ല, മിറർ അപ്പുറത്ത് എവിടെയായിരുന്നു. പിന്നെ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നെയാണ് ഇങ്ങനെ ലിക്വിഡ് വാഷ്, ഷാമ്പൂ, പൗഡർ, സൺസ്ക്രീൻ, ബോഡി വാഷ് അങ്ങനത്തെ ഒക്കെ. അപ്പോൾ അതൊക്കെ കൂടി വെക്കാൻ എൻ്റെ ടേബിളിൽ സ്ഥലമില്ല. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയി വരുന്തോറും ടേബിളിലെ സാധനങ്ങൾ കൂടിക്കൂടി വരികയാണ്. അങ്ങനെ ഇനി ഞാൻ അതൊക്കെ ഒന്നെടുത്ത് പുറത്തൊക്കെ വെച്ച് എവിടെയെങ്കിലുമൊക്കെ വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി നിങ്ങൾ കാണുന്ന ക്ലിപ്പ് കണ്ടാൽ നിങ്ങളും എന്നെപ്പോലെ വിചാരിക്കും. എൻ്റെ മൈൻഡിൽ ഇപ്പോൾ എന്താ പറയുക, ഇന്ന ഡെർമാക്കോ ദത്തെടുത്തുന്നുള്ളത്. കാരണം എൻ്റെ റൂം മൊത്തം ഡെർമാക്കോൻ്റെ പ്രോഡക്ട്സും ഡെർമാക്കോൻ്റെ പാക്കേജിങ്ങും ഡെർമാക്കോ അതന്നെ എൻ്റെ റൂമിലുള്ളൂ. അങ്ങനെ ഞാനിതെല്ലാ ബോക്സും കൂടെ അവിടെ തന്നെ എടുത്ത് വെക്കില്ല. അപ്പോൾ ഇനി അവിടെ വെച്ചാൽ ശരിയാവില്ല. എങ്ങനെ പോയാലും 3 ബോക്സ് ഉണ്ട്. ബാക്കി കുറേ ബോക്സ് ഞാൻ കളഞ്ഞു. എനിക്കൊരു സ്വഭാവമുണ്ട് ബോക്സ് കളയാണ്ട് വെക്കണം. കണ്ട ഇതൊക്കെ
എത്രയോ കാലം മുന്നത്തെ നൈക്കിൻ്റെയും മിന്ത്രൻ്റെയും ബോക്സാണ്. ഞാൻ കളയൂല, ഞാനിങ്ങനെ അതിൻ്റെ മേലെ ഇങ്ങനെ വെക്കും. എന്തിനാണാവോ, ഒരാവശ്യം അതുകൊണ്ട് എനിക്ക് വരാനുമില്ല. അങ്ങനെ ഫൈനലി മനസ്സോടെ ഞാൻ എല്ലാം കൊണ്ടുപോയിട്ട് കളഞ്ഞിട്ട് ഇതേ ഡെർമാക്കോൻ്റെ 4 ബോക്സ് ഇവിടെ കുത്തിക്കയറ്റി വെച്ച്. വേറെ 2 ഞാൻ ഓൾറെഡി ഒഴിവാക്കിയിട്ടുണ്ടായി. പിന്നെ എൻ്റെ ബോക്സൊക്കെ കൊണ്ടുപോയി ഞങ്ങളവിടുത്തെ ക്ലീനിങ് ആൻറ്റിക്കില്ലേ, എന്നും എൻ്റെ ബോക്സും പാക്കേജിങ്ങിൻ്റെ കവർ എടുക്കാനേ നേരമുള്ളൂ. അത് ക്ലീൻ ആക്കിയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് പോകും. ഞാൻ എന്താ പിന്നെയും കൊണ്ടുപോയി അവിടെ വെക്കും. ഇതാണ് എൻ്റെ മെയിൻ പരിപാടി. പിന്നെ നമ്മളടുത്തത് ഡ്രസ്സ് അലക്കാൻ വേണ്ടിയിട്ട് പോയി. കുറച്ചധികം ഡ്രസ്സ് എനിക്ക് അലക്കാണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് എനിക്ക് സോർട്ട് ചെയ്യാണ്ടായിരുന്നു. കാരണം നമ്മൾ ഹോസ്റ്റലിലൊക്കെ ആകുമ്പോൾ എല്ലാ ഡ്രസ്സും നമുക്ക് അലക്കാനായിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഫേവറേറ്റ് പാട്ടാണ് ഇപ്പോൾ ഇത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല, ഏൻ മന്നവ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് സോർട്ട് ചെയ്ത് അലക്കാനില്ലാത്തത് സെക്കൻഡ് അലക്കലിനുള്ളത്, ഫസ്റ്റ് അലക്കലിനുള്ളത്, അങ്ങനെയൊക്കെ. അങ്ങനെ ഞാൻ എൻ്റെ ഡെയിലി യൂസിൻ്റെ കുറച്ച് ഡ്രസ്സും സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നേരെ വാഷിംഗ് മെഷീൻ ഫ്രീ ആയിരിക്കണേ എന്നും പ്രാർത്ഥിച്ചിട്ട് മേലൊക്കെ പോയി. അതേ വാഷിംഗ് മെഷീൻ ഫ്രീ ആയിരുന്നു. എൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ പെട്ടെന്ന് കേൾക്കും. അങ്ങനെ ഞാൻ ഫുൾ സെറ്റാക്കി. എനിക്ക് ശരിക്ക് എൻ്റെ വീട്ടിൽ ഓട്ടോമാറ്റിക് ആയിരുന്നു. അപ്പോൾ എനിക്ക് സെമി ഓട്ടോമാറ്റിക്കിനെ പറ്റി വലിയ ധാരണയില്ല, ലൈക്ക് ഹൗ ഇറ്റ് വർക്ക്സ്. ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ ഒരു സാധനം പഠിച്ചെടുത്തത്. കാരണം ഇവിടെയും ഫസ്റ്റ് ഞാൻ വന്നപ്പം ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇപ്പോഴാണ് അവർ സെമി ആക്കിയത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാൻ ഇത് യൂസാക്കിയപ്പോൾ ഫുൾ പൊട്ടത്തരായിരുന്നു. കുറേ വെള്ളം തന്നെ ഞാൻ വേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പഠിച്ചു. ഇപ്പം ഞാൻ സെറ്റാണ്, ഫുൾ സെറ്റാണ് ഈ ഒരു സാധനത്തിൽ. അങ്ങനെ ഞാൻ ഫസ്റ്റ് വാഷിന് വേണ്ടിയിട്ട് ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് 35 മിനിറ്റ് ഇട്ടു. എന്നിട്ട് എൻ്റെ ഫോണിൽ 35 മിനിറ്റിൻ്റെ അലാറം വെച്ചിട്ട് ഞാൻ താഴെ പോയി അരമണിക്കൂറൊന്നും മേലെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. താഴെ പോയിട്ട് നേരെ എൻ്റെ വാഷ്റൂമിൻ്റെ അകത്ത് എൻ്റെ കുറേ സാധനം ക്ലീൻ ആക്കാണ്ടായിരുന്നു. ലൈക്ക് കുറേ കാലിയായിട്ടുള്ള ബോഡി വാഷും ഫേസ് വാഷും കണ്ടീഷണർ ഷാമ്പു ഒക്കെ കളയാണ്ടിരിക്കും. അങ്ങനെ അവിടെ വെച്ചുകൊണ്ടിരിക്കും. എന്തിനാണോ തമ്പുരാനെ അറിയാം, അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതൊക്കെ ഞാൻ എടുത്തൊന്ന് ഒഴിവാക്കി. പിന്നെ എൻ്റെ ടൂത്ത് ബ്രഷ് ഹോൾഡറിലൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നില്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഉരച്ച് മൊത്തത്തിലൊന്ന് ഫുൾ ക്ലീനാക്കി ഉരച്ച് ഒന്ന് പൊടി തട്ടിയെടുത്ത്. കാരണം ഒക്കെ കുറേ ആയിട്ട് അതേപോലെ വെച്ചുകൊണ്ടിരിക്കുന്നത് മാറണില്ല. ആവശ്യം നമ്മൾ ഇതാക്കുന്നു അത്രയേ ഉള്ളൂ. വേറെ പണിയൊന്നും അതിൽ എടുക്കണില്ലല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ്സ് മാറ്റി ആവശ്യമുള്ളത് അവിടെ വെച്ച് അങ്ങനെ ഫുൾ റീപ്ലേസ് ചെയ്തു. അങ്ങനെ ഞാനൊരു വാഷിംഗ് മെഷീൻ്റെ ഫുൾ കഴിയുന്നതിൻ്റെ 2 മിനിറ്റ് മുന്നേ അങ്ങനെ എത്തിയിട്ട് ഞാൻ മറ്റേതുണ്ടല്ലോ, മണം വരാനുള്ള ഒഴിക്കുമല്ലോ നമ്മൾ, ഈ സാധനം ഒഴിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ വാഷ് ചെയ്തിട്ട് ആ വാഷിൽ ഈ സാധനം ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അതിട്ട് കൊണ്ടുപോയിട്ട് ഡ്രൈ ആക്കിയിട്ട് അലക്കി. പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് എൻ്റെ കുറച്ച് കുർത്ത അങ്ങനത്തെ 2-3 കുർത്ത സംഭവങ്ങളുണ്ടായിരുന്നു. അത് മിക്സ് ആക്കിയിട്ട് വെച്ചത് ഞാൻ വേറെ ഇട്ടിട്ട് അത് മൊത്തം ടെറസിൽ കൊണ്ടുപോയിട്ട് ചിക്കി ഇട്ടിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. വാവ്, നല്ല ഫീലിംഗ് ആയിരുന്നു. നമുക്ക് ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഇല്ലേ, അത്. അങ്ങനെ അവിടെ എത്തിയിട്ട് പിന്നെ ഞാൻ എൻ്റെ കുളിക്കാനുള്ള പരിപാടിയിലേക്ക് കിടന്നു. ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഹെയർ ഓയിൽ തീർന്നു. അപ്പോൾ ഞാൻ ഇതിപ്പോൾ അടുത്ത് വെറുതെ എനിക്ക് ഇവരുടെ പാരാച്യൂട്ടിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചാണ് ഈ പാരാച്യൂട്ടിൻ്റെ അലോവേറ സോഫ്റ്റ് സംഭവം, അലോവേറൻ്റെ ഹെയർ ഓയിൽ. അപ്പോൾ എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ വെറുതെ മേടിച്ചതാണ്. ഞാൻ അങ്ങനെ എപ്പോഴും ഹെയർ ഓയിൽ ഇടുന്ന ആളല്ല. ഇടുമ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഇതാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ തലയിൽ എണ്ണ ഇട്ടിട്ടാണ് ഇതിനുള്ള പരിപാടി. തലയിൽ എണ്ണ ഇട്ടിട്ട് വിശന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കി. ഈ ഫ്രൈഡ് റൈസൊക്കെ നമ്മൾ അന്ന് കഴിക്കുന്നതിലെ ടേസ്റ്റ് അത് ചൂടാക്കിയിട്ട് കഴിക്കുമ്പോഴാണ് ഞാൻ കുറേ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ചിട്ട് നേരെ കുളിച്ച് പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു. തംബ്നെയിൽസും സംഭവങ്ങളൊക്കെ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ നിന്ന്. പിന്നെ മോസ്റ്റ് സാറ്റിസ്ഫൈങ് പാർട്ട്, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെ ചെയ്തു, ഇനി എന്തൊക്കെയാണ് ബാക്കിയുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കാര്യവും ഞാൻ ചെയ്തു. 2 ദിവസം എടുത്തെങ്കിലും ഞാൻ ചെയ്തു തീർത്ത്. പിന്നെ എനിക്ക് ബാക്കിയുണ്ടായിരുന്നത് നേരത്തെ ട്രോളില്ലായിരുന്നു മെസ്സായിട്ട് കിടക്കണ, ആ ട്രോളിത്തെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മടക്കി വെക്കണം. അത് മടക്കി വെക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ അകത്തുള്ള ഡ്രസ്സ് മടക്കി വെക്കണം, അലമാരൻ്റെ. അത് മടക്കി വെക്കണമെങ്കിൽ നമ്മൾ അലക്കാൻ കൊണ്ടിട്ട് ഡ്രസ്സും കൂടെ ഉണങ്ങിയിട്ട് ഇനി മടക്കി വെച്ചാലോ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ അലമാര ക്ലീൻ ആക്കിയത്. അതുകൊണ്ട് ആ വീഡിയോ ഒരു ഇതിലില്ല. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഐപാഡ് കിട്ടിയോണ്ട് ഭയങ്കര പൊലിവാണ്. ഒക്കെ എഴുതി വെക്കും, ഒക്കെ നോട്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. എത്ര ദിവസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് എന്തൊക്കെയാണ് യൂട്യൂബ് വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്തിട്ട് വെക്കൂട്ടാ. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ പോയിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ 2 ദിവസത്തെ ഒരു വീക്കെൻഡ് വ്ലോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.